എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എക്സ്പെരിമെന്റ് തുടങ്ങാം. ഇവിടെ ഞാൻ ഒരു ട്രാൻസ്ഫോമറിന്റെ 18.0 വൈൻഡിങ് ഒരു 40 വാട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. 1 ആംപിയർ റേറ്റിംഗ് ഉള്ള വൈൻഡിംഗ് ആണ്, പക്ഷേ ബൾബ് കത്തുന്നില്ല. എന്തായിരിക്കാം പ്രശ്നം? ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ 18 വോൾട്ടിൽ 1 ആംപിയർ ആണ് കൊടുക്കുന്നത്, അതായത് 18 വാട്ട്സ് ആണ് അതിന്റെ ഔട്ട്പുട്ട്. 40 വാട്ട് ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 18 വാട്ട്സ് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അതെ, ചെറുതായിട്ടൊരു ഗ്ലോ എങ്കിലും ഉണ്ടാവണം. പക്ഷെ ഇവിടെ ബൾബിനകത്ത് ഒരു ഗ്ലോയും കാണുന്നില്ല. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? വോൾട്ടേജ് ആണെന്ന് ചിലർ പറയും. ശരിയാണ്, വോൾട്ടേജ് ആണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ അതിന്റെ കറക്റ്റ് ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ ഇംപിഡൻസ് മാച്ചിങ് ആണ്. ആദ്യം നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ റേറ്റഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് എത്രയാണെന്ന് നോക്കാം. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജിനെ അതിന്റെ മാക്സിമം കറന്റ് റേറ്റിംഗ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 18 വോൾട്ടാണ് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് റേറ്റിംഗ്. അതിനെ 1 ആംപിയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 18 ഓംസ് എന്ന് കിട്ടും. അതായത് ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ മാക്സിമം പവർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്യേണ്ടത് 18 ഓംസ് ലോഡാണ്. ഞാൻ ഇവിടെ കണക്ട് ചെയ്ത 40 വാട്ട് ബൾബിന്റെ ഇംപിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ 1322 ഓംസ് എന്ന് കിട്ടും. അവിടെ ഒരു വലിയ ഇംപിഡൻസ് മിസ്മാച്ച് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഈ ഒരു ബൾബ് കത്തിക്കാൻ പറ്റാത്തത്. ഇതേ പ്രശ്നം ആംപ്ലിഫയറുകളിലും ഉണ്ട്. ആംപ്ലിഫയറും ഈ ട്രാൻസ്ഫോമർ പോലെ തന്നെ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. അതിനൊരു റേറ്റഡ് ഇംപിഡൻസ് ഉണ്ട്. ഇനി ആ റേറ്റഡ് ഇംപിഡൻസ് അല്ല ആ ഒരു ആംപ്ലിഫയറിൽ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടില്ല. നമ്മൾ ഒരുപാട് തപ്പി ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് 4 ഓംസ് ആണ്, നമുക്ക് 8 ഓം സ്പീക്കർ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അതിനും വഴിയുണ്ട്. ഇത് ഞാൻ നേരത്തെ കണക്ട് ചെയ്ത സെയിം ട്രാൻസ്ഫോമർ ആണ്. അതിന്റെ 18.0 ഔട്ട്പുട്ടിൽ നിന്ന് മറ്റൊരു 18.0 ഔട്ട്പുട്ടുള്ള ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടിന്റെയും ഒരേ വോൾട്ടേജ് ഉള്ള വൈൻഡിങ്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ കണക്ട് ചെയ്ത ട്രാൻസ്ഫോമറിന്റെ 230 വോൾട്ട് വൈൻഡിങ്ങിൽ വരുന്ന വോൾട്ടേജ് അളക്കാനായിട്ട് ഞാൻ ഒരു മൾട്ടിമീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. 230 വോൾട്ട് വൈൻഡിങ്ങിലേക്കാണ് ഞാനിപ്പോൾ ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പൊ എനിക്ക് 163 വോൾട്ട് ബൾബിൽ കിട്ടുന്നുണ്ട്. നേരത്തെ ഉപയോഗിച്ച അതേ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് എനിക്കിപ്പോൾ ഇത്രയും പവർ കിട്ടുന്നത്. ബൾബ് തെളിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ കിട്ടുന്ന വോൾട്ടേജ് ഉപയോഗിച്ച് ഈ ഒരു ബൾബിലേക്ക് പോകുന്ന പവർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 21 വാട്ട്സിനടുത്ത് വരും. നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ഈ ഒരു എക്സ്ട്രാ ട്രാൻസ്ഫോമറിന്റെ പേരാണ് മാച്ചിങ് ട്രാൻസ്ഫോമർ. അഹുജ തുടങ്ങിയ കമ്പനികളുടെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റങ്ങളിൽ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള ടെർമിനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോമൺ 4 ഓം 8 ഓം 16 ഓം ഇങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷൻസ് ഓരോന്നും ഈ ഒരു മാച്ചിങ് ട്രാൻസ്ഫോമറിന്റെ ഓരോ ടാപ്പിംഗ് ആണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? എത്ര ഓം ലോഡാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംപ്ലിഫയറിന്റെ മാക്സിമം പവർ ആ ഒരു ലോഡിലേക്ക് കൊടുക്കാൻ കഴിയും. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ വെച്ച ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ റേറ്റഡ് ഇംപിഡൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ 230 വോൾട്ട് സൈഡിൽ വരുന്ന റേറ്റഡ് കറണ്ട് 160 മില്ലി ആംപിയർ ആണ്. നേരത്തെ ചെയ്തതുപോലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ചെയ്യുമ്പോൾ 230 ഡിവൈഡ് ബൈ 160 മില്ലി ആംപിയർ എനിക്ക് കിട്ടുന്നത് 1437 ഓംസ് എന്നാണ്. അതായത് ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ മാക്സിമം പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ലോഡ് ഇംപിഡൻസ് 1437 ഓംസ് ആയിരിക്കണം. 40 വാട്ട് ബൾബിന്റെ ഇംപിഡൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് 1322 ഓംസ് ആണ്. ഈ രണ്ട് ഇംപിഡൻസും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ബൾബ് ഇപ്പോൾ കത്തിക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ നിങ്ങളുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിലും മാക്സിമം പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംപിഡൻസ് മാച്ച് ചെയ്യണം. ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.